മൈനസ് ആർ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതായത് ആ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആളിലേക്ക് ഇലക്ട്രോണിനെ ഡിസ്പ്ലേസ് ചെയ്യുമായിരുന്നു. എന്നാൽ ഇത് ആ ബെൻസീൻ റിങ്ങിലേക്ക് തിരിച്ചാ വരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ എഴുതിക്കോ, അടുത്ത ഡോട്ട് ഇട്ടിട്ട് പ്ലസ് ആർ ഇഫക്റ്റ് എന്ന് എഴുതാം. പ്ലസ് ആർ ഇഫക്റ്റ് എന്ന് എഴുതാം. പ്ലസ് ആർ ഇഫക്റ്റ് കാണിക്കുന്നത് ഹാലോജൻസ് ആണ്. ഹാലോജൻസ് 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 അതേപോലെ തന്നെ OH ഗ്രൂപ്പുകള്, OR ഗ്രൂപ്പുകള്, NH2, അതേപോലെ തന്നെ എന്താണ് NH2 മതി എക്സെട്ര എക്സെട്ര. നമ്മൾ ഇപ്പം ഒരു OH വെച്ചിട്ടാണ് ഈ പ്ലസ് ആർ ഇഫക്റ്റ് കാണിക്കാൻ പോകുന്നത്. നോക്കിക്കോണം. ഇല്ല പ്ലസ് ആർ ഇഫക്റ്റിന് ഇതാ കാണിക്കുന്നത്. പ്ലസ് ആർ ഇഫക്റ്റ് ഓൾറെഡി മുകളിൽ തന്നിട്ടുണ്ടല്ലോ. എന്തുവാ അല്ല റെസൊണൻസ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ വന്നിരിക്കുന്നത്? അതാണ് റെസൊണൻസ് ഇഫക്റ്റ്. അത് തന്നെ, അതാണ് അതിന്റെ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നോക്കിയോ, ഞാൻ ഒരു ബെൻസീൻ റിംഗ് വരയ്ക്കാണ്. ശ്രദ്ധിച്ചോണേ, ബെൻസീൻ റിംഗ് വരയ്ക്കും. ഇവിടെ ശ്രദ്ധിച്ചിട്ട് വരയ്ക്കണം. ഇത് പഠിപ്പിക്കുന്നതിന്റെ കൂട്ടത്തിൽ വരയ്ക്കരുത്, മനസ്സിലാവത്തില്ല. ബെൻസീൻ റിംഗ് 1, 2, 3. ഓക്കെ ആണല്ലോ? വരയ്ക്കരുത്. ഇനി നോക്കിയോ, ഇവിടെയാണ് OH അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഓക്സിജനിൽ എപ്പോഴും 2 ലോൺ പെയർ ഉണ്ടാവും. ഓക്കെ ആണല്ലോ? ഈ ലോൺ പെയർ ആണ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. നോക്കിയോ, ആദ്യം എന്ത് ചെയ്യുന്നറിയോ, ഈ ലോൺ പെയർ ഇങ്ങോട്ടേക്ക് ബോണ്ട് ആയിട്ട് മാറും. അപ്പൊ ഈ കാർബണിന് ചുറ്റിനും എത്ര ഇലക്ട്രോൺ ആവും? ഇപ്പൊ ഈ കാർബണിന് ചുറ്റിനും എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1, 2, 3, 4. ഒരു കാർബണിന് ചുറ്റിനും 4 എണ്ണം അല്ലേ വരേണ്ടത്? അതെങ്ങനെയാണ് 2 എണ്ണം വരുന്നത്? കാർബണിന്റെ ബാലൻസ് എത്രയാ? 4. കാർബണിന്റെ ചുറ്റും 4 ബോണ്ട് എപ്പോഴും വരണം. അപ്പൊ ഈ ഇലക്ട്രോൺ പേര് ഇവിടെ ബോണ്ട് ആയാലും എന്ത് സംഭവിക്കും? മൊത്തം എത്ര എണ്ണം വരും? അപ്പം ഇവിടെ ഈ ഇലക്ട്രോൺ ഇവിടെ ആയി കഴിഞ്ഞാൽ മൊത്തം 5 എണ്ണം വരും. പറ്റുമോ? ഇല്ല. അപ്പൊ ഇത് ഇവിടെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ, ഈ ബോണ്ട് ഉണ്ടല്ലോ, ഇത് ഇങ്ങോട്ടേക്ക് ചാർജ് ആയിട്ട് മാറും, ഷിഫ്റ്റ് ആവും, ചാർജ് ആയിട്ട് മാറും. അപ്പം നോക്കിയോ, ഇങ്ങനെ വരിക. അടുത്ത സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ തന്നെ ഇങ്ങനെയാണ്. അപ്പം ഇവിടെ ഇനിയും ബോണ്ട് ഇല്ല അല്ലേ? അതിവിടെ ചാർജ് ആയി. ബാക്കി ഇവിടെ ഒരു ബോണ്ട് അതേപോലെ തന്നെ ഉണ്ട്. ഇവിടെ എന്ത് ബോണ്ടായി? ഡബിൾ ബോണ്ടായി. OH ഇനി ഒരു ലോൺ പെയറേ ഉള്ളൂ. മറ്റേ ലോൺ പെയർ ഇങ്ങോട്ട് ബോണ്ട് ആയത് H ഇവിടെ. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നോക്കിക്കോണം. ഈ ചാർജ് ഇവിടെ ഡബിൾ ബോണ്ട് ഫോം ചെയ്യും, 5 ഇലക്ട്രോൺ ആവും. ആ സമയത്ത് ഇതിന് ചുറ്റിനും അപ്പൊ എത്ര ആവും? 5 ആവത്തില്ലേ? പറയാം. ഇവിടെ നോക്കിയോ, ഒരു വട്ടം കൂടെ പറയാം. നോക്കിയോ, അതായത് നമ്മള് പ്ലസ് ആർ ഇഫക്റ്റ് പഠിക്കുന്നത്. ഹാലജനും OH ഉം OR ഉം NH2 ഒക്കെ ബെൻസീൻ റിങ്ങിന് മണ്ടയ്ക്ക് അറ്റാച്ച് ചെയ്യുമ്പോഴാണ് ഈ എഫക്റ്റ് കാണാൻ പറ്റുക. ഇലക്ട്രോണിനെ ഇങ്ങോട്ടേക്ക് ബെൻസീൻ റിങ്ങിലോട്ട് വെച്ചിട്ട് ബോണ്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. മറ്റേ എന്തായിരുന്നു? മൈനസ് ആർ എന്തായിരുന്നു? ഇവിടുന്ന് ബോണ്ട് പെയറിനെ അങ്ങോട്ടേക്ക് കൊടുക്കുമായിരുന്നു ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നോക്കിയോ, എല്ലാരും നോക്കിയോ. നമ്മൾ ഒരു ഫീനോൾ വരയ്ക്കുന്നു. ഫീനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ബെൻസീൻ റിങ്ങില് ഒരു OH വരുന്നതാണ് ഫീനോൾ. അപ്പൊ ഇവിടെ ഒരു ബോണ്ട്, ഇവിടെ എന്താ? ഇവിടെ ഒരു OH. ഓക്കെ, ഓക്സിജനിൽ എപ്പോഴും ഒരു 2 ലോൺ പെയർ കാണും. ഓക്കെ, ശ്രദ്ധിച്ചോണം. ഇതിനെ ലോൺ പെയർ എന്ന് പറയും. ഈ ലോൺ പെയർ വേണ്ട ഇങ്ങോട്ടേക്ക് എന്താവും? ബോൺ പെയർ ആയിട്ട് മാറും. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇപ്പം ബോൺ പെയർ ആവുന്നതിന് മുമ്പ് ഇതൊരു കാർബൺ അല്ലേ? ഈ കാർബണിന് ചുറ്റിനും എത്ര ഇലക്ട്രോൺ ഉണ്ട്? 4 എണ്ണം ഉണ്ട്. ഇതും കൂടെ വന്നാൽ എത്ര ആവും? 5 ആവും. അപ്പൊ 5 എണ്ണം വരാൻ സമ്മതിക്കുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യുന്നറിയാമോ? ഈ ബോണ്ട് പെയർ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയിട്ട് അത് ചാർജ് ആയിട്ട് മാറും, മൈനസ്. അപ്പം അടുത്ത ഇത് വരയ്ക്കുന്നത് എങ്ങനെയാ? എല്ലാം അതേപോലെ തന്നെ വരയ്ക്കുക. എന്താ? അതായത് ഇവിടത്തെ ബോണ്ട് അതുപോലെ തന്നെ, ഇവിടത്തെ ബോണ്ട് അതേപോലെ തന്നെ. പക്ഷെ ഈ ബോണ്ട് മാറി ഇവിടെ ചാർജ് ആയി. പകരം ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വന്നു. ഇവിടെ OH. ആ Oയിലെ ലോൺ പെയർ ഒരെണ്ണം പോയി, ഒരെണ്ണം അവിടെ തന്നെ എടുക്കുകയാണ്, H അതേപോലെ. അപ്പൊ നിങ്ങൾ ആലോചിച്ചോണം, ഇവിടെ എല്ലാം ആരുണ്ട്? ഇതിലെല്ലാം ആരുണ്ട്? ഇവിടെ എല്ലാം ആരുണ്ട്? ബെൻസീന്റെ ഇവിടെ എല്ലാം ഹൈഡ്രജൻ ഉണ്ട്. മനസ്സിലായോ? നമ്മൾ വരയ്ക്കുന്നില്ലെന്നേ ഉള്ളൂ. മനസ്സിലായോ? ഓക്കെ ആണോ? അപ്പൊ നോക്കിയോ. അതെങ്ങോട്ട് വരുന്നത് കാണിക്കണം. പിന്നെ എങ്ങനെയാ അത് തിരിച്ചും നടക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും. മനസ്സിലായോ? അപ്പൊ നോക്കിയോ, അപ്പം അടുത്ത സ്ട്രക്ചറിൽ വരാൻ വേണ്ടി എന്ത് ചെയ്യുമെന്നറിയാമോ?
ഈ ബോണ്ട് പേർ വേണ്ട ഇവിടെ ഈ ചാർജ് ഇവിടെ ബോണ്ട് ആവും. ഓക്കെ, അപ്പം ഇതിന് ചുറ്റിനും എത്ര? ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ ഇതിപ്പം 1 2 3 4 ഓൾറെഡി ഉണ്ട്. ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ മൊത്തം എത്രയായി? 5 ആവും. അപ്പൊ അത് വരാൻ പറ്റുമോ? വരാൻ സമ്മതിക്കുമോ? ഇല്ല, വരാൻ സമ്മതിക്കത്തില്ല. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ഈ ബോണ്ട് എന്തായിട്ട് മാറും? ഇവിടെ ഇങ്ങോട്ട് ചാർജ് ആയിട്ട് മാറും. അപ്പൊ നോക്കിയോ, അടുത്ത സ്ട്രക്ചർ ഇങ്ങനെ വരും. ഇത് അനക്കണ്ട, ഇത് ഇതേപോലെ തന്നെ, ഇത് ഇതേപോലെ തന്നെ. അതായത് ഇവിടെ ബോണ്ടായി, ഇവിടത്തെ ബോണ്ട് മാറി ഇവിടെ ചാർജ് ആയി. ഇവിടെ ഒരു ബോണ്ട് അതേപോലെ തന്നെ, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഓൾറെഡി ഉണ്ട്. ഓയിൽ ഒരു ലോൺ പെയർ എച്ച്, ഇങ്ങനെ ആവും. അടുത്ത സ്റ്റെപ്പില് ഈ ചാർജ് ഇവിടെ എന്താവും? ഇവിടെ ബോണ്ട് ആവും. അപ്പൊ എന്ത് ചെയ്യും? ഈ കാർബണ് ചുറ്റിനും 5 എണ്ണം ആവും. അപ്പൊ എന്ത് ചെയ്യും? ഈ ബോണ്ടിനെ ഇവൻ വിളിച്ച് ഇങ്ങോട്ടേക്ക് എന്തായി? ചാർജ് ആക്കി മാറ്റും. അപ്പൊ അതെന്റെ ഇവിടെ ഇങ്ങനെ വരുന്നു, കണ്ടോ? ഇതിങ്ങനെ, ഇതിങ്ങനെ. അപ്പം ഇവിടെ അതേപോലെ തന്നെ ബോണ്ട് കിടക്കുകയാണ്. ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്തു, ഇവിടെ ചാർജ്, ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ ഓയിൽ ഒരു ലോൺ പെയർ, ഇവിടെ ഒരു എച്ച്. ഓക്കെ ആണല്ലോ? അടുത്ത സ്റ്റെപ്പിൽ നോക്കിയോ, ഇവിടെ ഇങ്ങനെ വരും. ഇവിടെ ഇങ്ങനെ വരുമ്പോ ഇതിന് ചുറ്റിനും 5 ആവത്തില്ലേ? അപ്പൊ അതിന് വരുന്ന ഇവൻ തിരിച്ച് ലോൺ പെയർ ആയിട്ട് മുകളിൽ തന്നെ കയറും. അപ്പൊ നോക്കിയോ, ആ പഴയതുപോലെ ആവും. പക്ഷെ ബോണ്ടിന്റെ പൊസിഷൻ ആൾട്ടർനേറ്റ് ആവും. അപ്പൊ ഇവിടെ സിംഗിൾ ബോണ്ട് ആയി, ഒ എച്ച് വന്നു, അതിൽ 2 ലോൺ പെയർ തിരിച്ച് കിട്ടി, അല്ലേ? ഇവിടെ ഒരു ബോണ്ട്, ഇവിടെ ഒരു ബോണ്ട്, ഈ ചാർജ് ഇവിടെ ബോണ്ടായി, കണ്ടോ? നേരത്തെ ഇവിടെയും ഇവിടെയും ഇവിടെയാണ് ബോണ്ടെങ്കിൽ ഇപ്പം ഇവിടെയും ഇവിടെയും ഇവിടെയായി ബോണ്ട്. നിങ്ങൾ ഒരു പാത്രത്തിനകത്ത് ഫീനോൾ എടുത്തു കഴിഞ്ഞാൽ ഈ 5 സ്ട്രക്ചറും അതിനകത്ത് കാണും. അല്ലാതെ ഇത് മാത്രമല്ല, അല്ലെങ്കിൽ ഇത് മാത്രമല്ല, ഇവരും അതിനകത്ത് കാണും. മനസ്സിലായോ? മനസ്സിലായോ? അപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്തത്? നമ്മൾ ഒരു എന്താണ് പ്ലസ് ഇഫക്റ്റ് ആണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഹാലജനും ഒ എച്ചും ഒ ആറും NH2 ബെൻസീൻ റിംഗിൽ അറ്റാച്ച് ചെയ്യുമ്പോഴാണ് പ്ലസ് ഇഫക്റ്റ് കാണിക്കുന്നത്. അപ്പം ഇവിടെ എന്താ? ഈ ലോൺ പെയർ ഇങ്ങോട്ടേക്ക് വരുന്നു. അപ്പം ഈ കാർബണിന് ചുറ്റിനും 5 എണ്ണം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ലോൺ പെയറിനെ എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പൊ അത് ഇവിടെ ചാർജ് ആയി. അടുത്ത സ്ട്രക്ചർ വരുമ്പോഴത്തേക്ക് ഇവിടെ ചാർജ് വരയ്ക്കും, ഇവിടെ ഡബിൾ ബോണ്ട് ആവും, ഒരു ലോൺ പെയർ കുറഞ്ഞു, ബാക്കിയെല്ലാം അതേപോലെ തന്നെ. അടുത്ത ഇതില് ഈ ചാർജ് ഇവിടെ എന്തായി? ബോണ്ടായി. അങ്ങനെ ബോണ്ട് ആവുകയാണെങ്കിൽ ഇവിടെ 5 എണ്ണം ആവാതിരിക്കാൻ വേണ്ടി ഈ ബോണ്ടിനെ ഇങ്ങോട്ടേക്ക് ചാർജ് ആക്കി മാറ്റി. അതാണ് അടുത്ത സ്ട്രക്ചർ. അടുത്തത് ഈ ചാർജ് ഇങ്ങോട്ടേക്ക് ബോണ്ടായി. അപ്പൊ ഇവിടെ ബോണ്ട് വരുമ്പോൾ ഇതിന് ഇവിടെ എന്താ? 5 ഇലക്ട്രോൺ വരാതിരിക്കാൻ വേണ്ടി ഈ ബോണ്ടിനെ എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ടേക്ക് ചാർജ് ആക്കി. ആ, ഇവിടെ ഈ ബോണ്ട് ഇവിടെ എവിടെ? ആ, എവിടെ വരുന്നു? ഇത് ഇതുപോലെ അവിടെ തന്നെ ഇവിടോ? എന്തോ ഇവിടെ ഇങ്ങോട്ട് നോക്ക്. ഇവിടെ ബോണ്ട്. അതെങ്ങനെ അവിടെ വരുന്നേ? ആ, അത് ഈ സ്ട്രക്ചറിനകത്താണ് മാറ്റം സംഭവിച്ചിട്ട് ഈ സ്ട്രക്ചർ ഉണ്ടാകുന്നത്. അപ്പൊ ഈ ചാർജ് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് എന്താവും? ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് മാറും. അത് അടുത്ത സ്ട്രക്ചറാ. അല്ലാതെ ഇതിനകത്ത് തന്നെ അല്ല അത് വരയ്ക്കുന്നത്. മനസ്സിലായോ? ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ആ സംഭവിക്കുന്ന സ്ട്രക്ചർ ഇവിടെ എന്താണോ സംഭവിക്കുന്നത് ആ സംഭവിക്കുന്ന സ്ട്രക്ചർ ഇവിടെ എന്താണോ സംഭവിക്കുന്നത് ആ സ്ട്രക്ചർ തന്നെ മനസ്സിലായി? അങ്ങനെയാണ് വരുന്നത്. ഇത് ഇച്ചിരി പാടാ പഠിക്കാൻ, ഇച്ചിരി ബുദ്ധി ഉപയോഗിക്കണം. എഴുതിയെടുത്തു, വരച്ചോ. ഇനി വേണേ എന്റെ കൂടെ വരച്ചു പോവാം. ഞാൻ ഒരു പ്രാവശ്യം കൂടെ കാണിക്കാം. എന്റെ കൂടെ വരച്ചു വെക്കൂ, നോക്കിക്കോളൂ. നമ്മൾ ഒരു ബെൻസീൻ റിംഗ് എടുക്കുന്നു. എന്റെ കൂടെ വരച്ചു വെക്കൂ. ഒരു ബെൻസീൻ റിംഗ് വരയ്ക്കുന്നു. പെട്ടെന്ന് എന്റെ കൂടെ വരച്ചു. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ബോണ്ട്, ഇവിടെ ഒരു ബോണ്ട്, ഇവിടെ ഒരു ബോണ്ട് ആണല്ലോ. ഓക്കെ, ഇവിടെ നോക്കി, ഇവിടെ ഒരു സിംഗിൾ ബോണ്ട്, ഇവിടെ ഒരു OH ആണല്ലോ. ഈ OH ൽ 2 ലോൺ പെയർ ആണല്ലോ. എന്തായിരിക്കും സംഭവിക്കുന്നത്? ആദ്യം ഇപ്പൊ ഇവിടെ നോക്കി, ഈ കാർബണിന് ചുറ്റും 4 ഇലക്ട്രോണേ ഉള്ളൂ. 1 2 3 4. അപ്പം ഈ ലോൺ പെയർ ഇങ്ങോട്ടേക്ക് ബോണ്ട് ആകാൻ ശ്രമിക്കും. അപ്പൊ ഇതിന് ചുറ്റും 5 ആകാതിരിക്കാൻ വേണ്ടി ഈ ബോണ്ടിന് ഇങ്ങോട്ടേക്ക് ചാർജ് ആവും. ഇതിവിടെ നടക്കുന്നതാണ്, അത് അടുത്ത സ്ട്രക്ചറിലാണ് വരയ്ക്കേണ്ടത്. അപ്പൊ നോക്കി, അപ്പോഴത്തെ അടുത്ത സ്ട്രക്ചർ എങ്ങനെ വരും? അടുത്ത സ്ട്രക്ചർ ഈ ബോണ്ട് അതേപോലെ തന്നെ, ഈ ബോണ്ട് അതേപോലെ തന്നെ, ഇവിടെ ഡബിൾ ബോണ്ട് വരുന്നു, ഇവിടെ ഒരു ലോൺ പെയർ മാറി, ഒരു ലോൺ പെയറേ ഉള്ളൂ, ബാക്കി ഇതിവിടെ ചാർജ് ആവും. അടുത്തതിനകത്ത് ഈ ചാർജ് ഇവിടെ ബോണ്ട് ആകുന്ന സമയത്ത് ഇവിടെ 5 എണ്ണം വരാതിരിക്കാൻ വേണ്ടി, 5 എണ്ണം വരുന്നത് എങ്ങനെയാ? ഇവിടെ ഒരു ഹൈഡ്രജൻ കൂടെ ഉണ്ട് ബെൻസീന്റെ, അങ്ങനെ 5 എണ്ണം വരുന്നത്. അപ്പൊ ആ 5 എണ്ണം വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ഈ ബോണ്ടിനെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ചാർജ് ആയിട്ട്. അടുത്ത സ്ട്രക്ചറിനകത്ത് ഈ ബോണ്ട് അതേപോലെ തന്നെ കിടക്കും. അല്ല, ഈ ബോണ്ട് ഇവിടെ ഫോം ചെയ്യും, ഇത് ചാർജ് ആവും, ഇത് ബോണ്ട് അതേപോലെ തന്നെ കിടക്കും, ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ OH, ഇവിടെ ഒരു ലോൺ പെയർ.
അടുത്ത സ്ട്രക്ചറിനകത്ത് ഈ ചാർജ് ഇവിടെ ബോണ്ട് ആവും. അപ്പൊ ഇതിന് ചുറ്റും ഇവിടെ 5 ആവും. 5 ആവാതിരിക്കാൻ വേണ്ടി ഈ ബോണ്ടിനെ ഇങ്ങോട്ടേക്ക് ചാർജ് ആക്കുന്നു. അപ്പൊ അതേണ്ട ഇങ്ങനെ. ഏതാ എവിടെ എവിടെ ഈ മൈനസോ? ഈ ബോണ്ടിന്റെ മൈനസ് ആണ് രണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഈ ബോണ്ട് എന്താവും? ഇങ്ങോട്ടേക്ക് മൈനസ് ആയിട്ട് പോകാം. അതെന്തുകൊണ്ടാ? ഈ മൈനസ് ഇവിടെ ബോണ്ട് ആവുമ്പോ ഇവിടെ 5 എണ്ണം ആവും. 5 എണ്ണം ആയിരിക്കാൻ വേണ്ടി ഇവിടെ ഈ ബോണ്ട് പാടില്ല. ആ ബോണ്ടിന് അപ്പൊ ഇങ്ങോട്ടേക്ക് ചാർജ് ആക്കും. എന്നിട്ട് ഇവിടെ എന്താണോ നടക്കുന്നത് അത് അടുത്ത സ്ട്രക്ചറിലാണ് വരയ്ക്കേണ്ടത്. അടുത്ത സ്ട്രക്ചർ വരയ്ക്കുന്ന സമയത്ത് ഇവിടെ ഒരു ബോണ്ട്, ഇവിടെ ബോണ്ട് അതേപോലെ തന്നെ ഇവിടെ ഒരു ബോണ്ട്, ഇവിടെ ചാർജ് ആവും, ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ OA, ഇവിടെ H, ഇവിടെ ലോൺ പെയർ. അടുത്ത സ്ട്രക്ചറിനകത്ത് ഈ ചാർജ് ഇവിടെ ബോണ്ട് ആവും. അപ്പം അല്ല സോറി, ഇവിടെ ലോൺ പെയർ രണ്ടെണ്ണം ഇല്ലല്ലോ, ഇവിടെ രണ്ടെണ്ണം ഇല്ലല്ലോ. ഇവൻ തിരിച്ച് എന്ത് ചെയ്യും? ഇവൻ തിരിച്ച് മുകളിൽ കയറും. മുകളിൽ കയറുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ വരുന്നു. ഇവിടെ 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 സിംഗിൾ ബോണ്ട്, ഇവിടെ OA, H, ഇവിടെ രണ്ട് ലോൺ പെയർ. ഇതാണ്. ഓക്കെ, മനസ്സിലാകാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ക്ലിയർ ആകാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുക. ഇത് പരീക്ഷയ്ക്ക് അടുത്ത വർഷങ്ങളിലും ഒക്കെ ആവശ്യമുള്ളതാണ്. ഇത് മനസ്സിലാക്കുക. ഇലക്ട്രോമെറിക് ഉണ്ടോ അവിടെ? അപ്പൊ അടുത്ത ഇലക്ട്രോമെറിക് എഴുതിക്കോ. ഞാൻ ഇലക്ട്രോമെറിക് അതിനകത്ത് എഴുതിയിരിക്കുന്നു. അടുത്ത ഇലക്ട്രോമെറിക് എഫക്റ്റ് എഴുതുക. ഇലക്ട്രോമെറിക് എഫക്റ്റ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. വീണ്ടും വീണ്ടും പറയാണ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. മടിയൊന്നും വിചാരിക്കേണ്ട, ധൈര്യമായിട്ട് ചോദിച്ചോ, പറഞ്ഞു തരാം. അപ്പൊ നോക്കിയോ, ഇലക്ട്രോമെറിക് എഫക്റ്റ് ആണ് അടുത്തത്. അതിനെ നമ്മൾ ഈ ഇഫക്റ്റ് എന്ന് എഴുതുന്നു. ഈ ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the complete transfer of a shared pair of pi electron to the one of the atom joined one of the atom joined by multiple bond in the presence of an attacking reagent. ഇവനും രണ്ട് എഫക്റ്റ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതാം. പോസിറ്റീവ് ഇ ഇഫക്റ്റ്. പോസിറ്റീവ് ഇ വേണ്ട, പോസിറ്റീവ് ഇ ഇഫക്റ്റ് ഉണ്ട്. പ്ലസ് ഇ ഇഫക്റ്റ് എന്ന് എഴുതിയാൽ പ്ലസ് ഇ ഇഫക്റ്റും ഉണ്ട്, അതേപോലെ തന്നെ മൈനസ് ഇ ഇഫക്റ്റും ഉണ്ട്. അറ്റാക്കിംഗ് റിയേജന്റിന്റെ പ്രസൻസിൽ എന്താ സംഭവിക്കുന്നത്? പൈ ഇലക്ട്രോൺ പെയറിനെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാത്തില്ല, എക്സാമ്പിൾ വരുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് സബ്ഹെഡിങ് ആയിട്ട് വീണ്ടും പ്ലസ് ഇ ഇഫക്റ്റ് എന്ന് എഴുതുക.
the pi electrons are transferred to that atom to which the attacking reagents attacking reagents get attached എന്ന് പറഞ്ഞാൽ എന്താ? അറ്റാക്കിംഗ് റിയേജന്റ് അറ്റാച്ച് ചെയ്ത കാർബണിലേക്കായിരിക്കും ആര് വന്ന് അറ്റാക്ക് ചെയ്യുന്നത്? അല്ല, ആര് ട്രാൻസ്ഫർ ചെയ്യുന്നത്? പൈ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുന്നത്. പൈ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താ? ഡബിൾ ബോണ്ടിൽ ഒരെണ്ണം സിഗ്മയും ഒരെണ്ണം എന്താ പൈയും ആയിരിക്കും. അപ്പൊ ഇതിനകത്തെ പൈ ബോണ്ട് ഈ സൈഡിൽ കാർബൺ കാണുമല്ലോ. അപ്പം ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ അറ്റാക്കിംഗ് റിയേജന്റ് ഇവിടെ ആയിരിക്കും വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് പൈ ബോണ്ട് ഷിഫ്റ്റ് ചെയ്ത കാർബണിലായിരിക്കും അറ്റാക്കിംഗ് റിയേജന്റ് അറ്റാച്ച് ചെയ്യുന്നത് എങ്കിൽ അതിനെ പ്ലസ് ഇഫക്റ്റ് എന്ന് പറയും. നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നമുക്കൊരു എക്സാമ്പിളോടെ പറയാം. നോക്കിക്കോ. ഞാനൊരു അറ്റാക്ഡ് എന്നല്ല, അറ്റാച്ച്ഡ് എന്നാണേ. ഓക്കെ, നോക്കിക്കോ. നമ്മൾ ഈഥീൻ മോളിക്കൂൾ എടുക്കുക. ഈഥീൻ എന്ന് പറഞ്ഞാൽ എന്താ? സി ഡബിൾ ബോണ്ട് സി ആണല്ലോ. എച്ച് 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 എച്ച്. ഇതിനകത്തെ ഇത് പൈ ഇലക്ട്രോൺസ് ആണ്, ശരിയല്ലേ? അതായത് പൈ ബോണ്ട് ഉള്ള ഇലക്ട്രോൺസ് പൈ ഇലക്ട്രോൺസ്. ഇതെന്താ? ഇത് ഈ രണ്ടെണ്ണം സിഗ്മ ഇലക്ട്രോൺസ് ആണ്. അപ്പൊ ഈ ബോണ്ട് സിഗ്മ ബോണ്ട് ആണ്. ഓക്കെ ആണല്ലോ? ശ്രദ്ധിച്ചോണം. ഇനി ഇവിടെ വന്ന് എച്ച് പ്ലസ് അയോൺസ് ആണ് ജോയിൻ ചെയ്തെങ്കിൽ നിങ്ങളൊന്ന് നോക്കിയേ. ഇവിടെ ഈ പൈ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചോ. അപ്പൊ ഒന്ന് ആലോചിക്കേ, ഈ പൈ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുവാണെങ്കിൽ ഈ കാർബണിന് പോസിറ്റീവ് ചാർജ് കിട്ടുമോ നെഗറ്റീവ് ചാർജ് കിട്ടുമോ? അപ്പൊ ആ കാർബണിന് പോസിറ്റീവ് ചാർജ് കിട്ടി, അല്ല ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എടാ ഈ പൈ ഇലക്ട്രോൺസ് ഈ കാർബണിന് കിട്ടുക. അപ്പൊ എന്താ? നെഗറ്റീവ് ചാർജാണ് കിട്ടുന്നത്. അപ്പൊ ഈ പോസിറ്റീവ് ആയിട്ടുള്ള ആൾ എങ്ങോട്ടേക്കായിരിക്കും അറ്റാക്ക് ചെയ്യുന്നത്? ആ കാർബണിലായിരിക്കും. അപ്പൊ കണ്ടോ, അറ്റാക്കിംഗ് റിയേജന്റ് അറ്റാച്ച് ചെയ്ത കാർബണിലോട്ടാണ് പൈ ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഇഫക്റ്റിനെ നമ്മൾ പറയുന്നത് പ്ലസ് ഇഫക്റ്റ് എന്നാണ്. മനസ്സിലായോ? ഒന്നുകൂടെ പറഞ്ഞു തരാം. The pi electrons are transferred to that atom to which the attacking reagent get attached. ഇവിടെ അറ്റാക്കിംഗ് റീജന്റ് ഇതാണ്. ഈ അറ്റാക്കിംഗ് റീജന്റ് അറ്റാക്ക് ചെയ്തത് എവിടെയാ? ഈ പൈ ഇലക്ട്രോൺസ് എങ്ങോട്ടേക്കാണോ ഷിഫ്റ്റ് ചെയ്തത് ആ കാർബണിലേക്കാണ് അറ്റാച്ച് ചെയ്തത്. അതാണല്ലോ ഈ ഇഫക്റ്റ്. അത് വരുന്ന റിയേജന്റ് അറ്റാക്കിംഗ് റിയേജന്റിനനുസരിച്ചിരിക്കും. ഇവിടെ നോക്കിയോ പറഞ്ഞുതരാം. ഇത് ഇങ്ങോട്ടേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. ഇങ്ങോട്ടേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ലോജിക്ക് വെച്ചിട്ട് ഇതിനെന്തായിട്ട് മാറും? ഇത് നെഗറ്റീവ് ചാർജും ഇത് പോസിറ്റീവ് ചാർജ് ആയിട്ട് മാറും. അപ്പം വരുന്ന പോസിറ്റീവ് ആയിട്ടുള്ള ആൾ എവിടെ വന്നേ ഇരിക്കത്തുള്ളൂ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈ ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്ത കാർബണിലല്ലേ ഈ അറ്റാക്കിംഗ് റേഞ്ച് അറ്റാച്ച് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഇതിനെ എന്തെന്ന് വിളിക്കും? പ്ലസ് സി ഇഫക്റ്റ് എന്ന് വിളിക്കും. അപ്പൊ അതിന്റെ ഇത് ഇവിടെ വന്നിരിക്കും. ശരിയല്ലേ? അങ്ങനെയാണ് നമുക്ക് ഇവിടെ ഇതിന്റെ സ്ട്രക്ചർ ഇങ്ങനെ വരയ്ക്കാം. അപ്പം നോക്കിയോ, ഇവിടെ മൈനസ് ഒന്നും ഇടണ്ട, അതാ ഇതിനകത്ത് ഇട്ടാൽ മതി. അതായത് ഇവിടെ രണ്ട് ബോണ്ടിൽ ഒരു ബോണ്ട് പോയി, ബാക്കി ഒരു ബോണ്ടേ ഉള്ളൂ. ബാക്കി എന്താണ്? ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടുന്ന് ഒരു ഇലക്ട്രോണിനെ കൊണ്ടാ പോയത്. ശരിയല്ലേ? ഇത് 6 ഇലക്ട്രോൺ ആയിരുന്നു. ഈ കാർബണിന്റെ ഇലക്ട്രോൺ ആയിരുന്നു. അത് പോയപ്പം ഇവന് എന്ത് സംഭവിച്ചു? പോസിറ്റീവ്. ആ ഇലക്ട്രോണെ ആർക്ക് കിട്ടി? ഇവന് കിട്ടി. അപ്പൊ ഇവനെന്താ? ഒരു നെഗറ്റീവ് ചാർജ് കിട്ടി. അപ്പൊ ബാക്കി എന്താ? ഈ അറ്റാക്കിംഗ് റീജന്റ് എവിടെ ആയിരിക്കും അറ്റാച്ച് ചെയ്തത്? എന്റെ ഇവിടെ കണ്ടോ, ഈ വരുന്ന അറ്റാക്കിംഗ് റിയേജന്റ് ഞാൻ ചുമന്ന വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പം ആ ചുമന്ന അറ്റാക്കിംഗ് റിയേജന്റിനെ ഞാൻ ഇത് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഇതെല്ലാം ബാക്കി കളറാക്കണം. ഓക്കെ, അപ്പം ചുമന്ന അറ്റാക്കിംഗ് റിയേജന്റ് ഇതിന്റെ ഇവിടെ വന്നിരിക്കുന്നു. ഇത് ബാക്കി അതേലുണ്ടായിരുന്ന രണ്ട് ബോണ്ടുകൾ. ക്ലിയർ ആണോ? കൃത്യം ആരൊക്കെ ഇട്ട് കാണിക്കണം കേട്ടോ. അതാവും, അതവിടെ ഉണ്ട്. അതായത് ഒരെണ്ണം വിട്ടുകൊടുത്തതല്ലേ. ഇത് റിയാക്ഷൻ, ഇത് അയോണിക് റിയാക്ഷൻ എഴുതിയിരിക്കുന്നത്, കംപ്ലീറ്റ് റിയാക്ഷൻ എഴുതിയിട്ടില്ല. ഇതാ എഫക്റ്റ് മാത്രം എഴുതിയിരിക്കുന്നത്. അടുത്ത എഫക്റ്റ് നോക്കിയോ. ഈ എച്ച് പ്ലസ് അല്ല ഇവിടെ വരുന്നത്. ഈ എച്ച് പ്ലസിന്റെ കൂടെ ആരും കൂടെ കാണും. ചിലപ്പോ എച്ച് സി എൽ ആയിരിക്കും. അപ്പൊ സി എൽ അപ്പുറത്ത് പോവും, എച്ച് ഇവിടെ വരും. മനസ്സിലായോ? അങ്ങനെ ആയിരിക്കും സംഭവിക്കുന്നത്.
അതായത് അറ്റാക്കിംഗ് റിയേജന്റ് ആരാണോ അവർ പോയി അറ്റാച്ച് ചെയ്യുന്നത് 5 ഇലക്ട്രോൺസ് പോയെടുത്ത് ഇവർ പോയി അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ പ്ലസ് ഐ ഇഫക്റ്റ്. ഇനി നോക്കിയോ, ഇത് കംപ്ലീറ്റ്ലി പഠിച്ചിട്ട് നിങ്ങൾ സംശയം ചോദിക്കുക. അടുത്ത മൈനസ് ഇ ഇഫക്റ്റ് ഇവിടെ നോക്ക്. ഇതിനെല്ലാം ഉത്തരം ഓരോ സെഷൻ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ കിട്ടും. നിങ്ങൾ അതിന് മുമ്പേ തൂക്കി കയറി വെടി വെക്കാതെ. The pi electrons of multiple bond are transferred to that atom to which the attacking reagent does not get attached. അതായത് അറ്റാക്കിംഗ് റിയേജന്റ് അറ്റാച്ച് ചെയ്യാത്ത കാർബണിലാണ് ഇലക്ട്രോൺ പെയർ ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന എഫക്റ്റിനാണ് മൈനസ് എഫക്റ്റ്. എക്സാമ്പിൾ വരുമ്പോൾ മനസ്സിലാവും. നോക്കിയോ, ഒരു എക്സാമ്പിൾ തരാം. എല്ലാത്തിനും എക്സാമ്പിൾ പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. ഇവിടെ നോക്കിയോ, സി ഡബിൾ ബോണ്ട് സി. ഇവിടെ നോക്കണേ, ശ്രദ്ധിക്കണേ, പ്ലസ് സി എൻ മൈനസ് ആണ് വരുന്നത്. ഇവിടെ ശ്രദ്ധിച്ചോണം, ഇവിടെ ശ്രദ്ധിക്കണം. പിന്നെ ഡൗട്ട് ചോദിക്കല്ലേ. ഞാൻ ഈ പഠിപ്പിച്ചുകൊണ്ട് ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ ശ്രദ്ധിക്കണം. അതിനിടയ്ക്ക് അതേ തോണ്ടാൻ പോവല്ലേ. ഇവിടെ നോക്കിയോ, ഇപ്പൊ ഈ ബോണ്ട് വേറെ ഇങ്ങോട്ടേക്കാണ് ഷിഫ്റ്റ് ആയെന്ന് വിചാരിക്കുക. ഒബ്വിയസ്ലി ഈ കാർബണിന് ഒരു നെഗറ്റീവ് ചാർജ് ആയിരിക്കുമല്ലോ ഉണ്ടാകുക, ആണല്ലോ. ഇത് സിംഗിൾ ബോണ്ട് ആവുമല്ലോ. ഈ കാർബൺ അപ്പൊ എന്തായാലും ഒരു പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യുമല്ലോ, അല്ലേ? അപ്പം ഇലക്ട്രോൺ പെയർ ഷിഫ്റ്റ് ചെയ്ത് ഇത് കാർബണിലോട്ടാ, ഈ കാർബണിലോട്ട്. ആ കാർബണിലോട്ടല്ല അറ്റാക്കിംഗ് റിയേജന്റ് അറ്റാച്ച് ചെയ്തെങ്കിൽ അത് മൈനസ് ഇ ഇഫക്റ്റ്. അപ്പൊ ഈ എന്തായാലും നമുക്കറിയാം ഇത് നെഗറ്റീവാ. ലോജിക്കലി തിങ്ക് ചെയ്യുകയാണെങ്കിൽ ഈ കാർബൺ ഈ വരുന്ന അറ്റാക്കിംഗ് റിയേജന്റ് നെഗറ്റീവാ. അപ്പൊ അതെന്തായാലും നെഗറ്റീവ് ഇപ്പോൾ അറ്റാച്ച് ചെയ്യത്തില്ല, പോസിറ്റീവിൽ അറ്റാച്ച് ചെയ്യത്തുള്ളൂ. അപ്പം ഇത് തന്നെ ഇവിടെ വന്ന് അറ്റാച്ച് എച്ചോ എന്ത് വേണേ വരാം. എച്ച് തന്നെ വരണമെന്നില്ല, വേറെ എന്ത് വേണേ വരാം. അടുത്തത് ഹൈപ്പർ കോൺജുഗേഷൻ ഇഫക്റ്റ്. അടുത്ത എഴുതിക്കോ, ഹൈപ്പർ കോൺജുഗേഷൻ ഇഫക്റ്റ്. അതിനെപ്പറ്റി ചിലപ്പോൾ ചോദിക്കും, എന്താണെന്ന് ചോദിക്കും. അപ്പൊ ആദ്യം എഴുതേണ്ടത് ഇറ്റ് ഈസ് എ പെർമനന്റ് ഇഫക്റ്റ്. ഇല്ല. ഞാനൊരു കാര്യം എന്തോ പറഞ്ഞേ, ഇറ്റ് ഇൻവോൾവ്സ് localization of sigma electrons of CH bond of an alkyl group directly attached to an atom of unsaturated double or triple bond unsaturated system or to an atom with an unshaded pair, unshaded p orbital. ഈ ഡെഫിനിഷൻസ് ഒക്കെ കാണാൻ പഠിക്കണം. ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ ആ എക്സാമ്പിൾ മാത്രം ഓർത്തിരുന്നാൽ മതി.
വിത്ത് ആൻ അൺഷെയർഡ് പി ഓർബിറ്റൽ. പി ഓർബിറ്റൽ എന്താന്നുള്ളതൊക്കെ മറ്റേ ഇതിനകത്ത് പഠിക്കും. അതായത് മൂന്നാമത്തെ ചാപ്റ്ററിനകത്ത് പഠിക്കും കേട്ടോ. പഠിപ്പിക്കാതെ അടുത്തതാ പഠിപ്പിക്കാൻ പോകുന്നത്. ഇച്ചിരി വലിയ ചാപ്റ്റർ. ഓക്കെ, ഇവിടെ നമ്മൾ കാർബോകാറ്റയോൺ എന്ന് പറഞ്ഞൊരു സാധനം പഠിപ്പിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? കാർബോകാറ്റയോൺ, അതായത് കാർബണിൽ പോസിറ്റീവ് ചാർജ് വരുന്നവരെല്ലാം കാർബോകാറ്റയോൺസ് ആണ് അല്ലേ? പഠിപ്പിച്ചായിരുന്നു. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കണേ, ഇത് ഇച്ചിരി ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു സാധനമാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. നമ്മുടെ റെഫറൻസ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ശ്രദ്ധിച്ചു, 4 ടൈപ്പ് കാർബോകാറ്റയോൺ ഉണ്ട്. ഒന്ന് മീഥൈൽ കാർബോകാറ്റയോൺ. മീഥൈൽ കാർബോകാറ്റയോൺ എന്ന് പറയുമ്പോൾ CH3യിൽ കാർബണിൽ ഒരു പ്ലസ് വരുന്നത്. ഇത് മീഥൈൽ കാർബോകാറ്റയോൺ. മീഥൈൽ കാർബോകാറ്റയോൺ. ഓക്കെ ആണല്ലോ. അടുത്തത് പ്രൈമറി കാർബോകാറ്റയോൺ എന്ന് പറയും. പ്രൈമറി കാർബോകാറ്റയോൺ എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? ഇതില് ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ CH3 വരും, മറ്റേത് H, ഇവിടെ H, ഇവിടെ എന്താണ് പ്ലസ്. അതായത് ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെയും കൂടെ എന്ത് വരും? ഒരു CH3 വരും. ഇത് പ്രൈമറി കാർബോകാറ്റയോൺ. സെക്കൻഡറി കാർബോകാറ്റയോൺ എന്ന് പറയുമ്പോൾ ഈ കാർബോകാറ്റയോൺ പ്രൈമറി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇങ്ങനെ എഴുതുന്നത്, ഇങ്ങനെ, മനസ്സിലായോ? അപ്പം സെക്കൻഡറി കാർബോകാറ്റയോൺ എന്ന് പറയുമ്പോൾ ഇവിടത്തെ ഒരു ഹൈഡ്രജനെ കൂടെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ എന്ത് വരുന്നു? അവിടെ CH3 വരുന്നു, ഇവിടെ H. ഇത് സെക്കൻഡറി കാർബോകാറ്റയോൺ ആണ്. സെക്കൻഡറി കാർബോകാറ്റയോൺ. ടെറിഷറി കാർബോകാറ്റയോൺ എന്ന് പറയുമ്പോൾ ഇവിടെ CH3, ഇവിടെ ഒരു CH3, ഇവിടെയും ഒരു CH3, ഇവിടെ ടെറിഷറി കാർബോകാറ്റയോൺ. ഇതിൽ ഏറ്റവും സ്റ്റേബിൾ ഏതാണെന്ന് അറിയാമോ? ഇതായിരിക്കും. രണ്ടാമത് സ്റ്റേബിൾ ഇതായിരിക്കും. മൂന്നാമത് സ്റ്റേബിൾ ഇതായിരിക്കും. അതിന്റെ ഓർഡർ പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വരയ്ക്കണം. എന്നിട്ട് താഴോട്ട് എഴുതേണ്ടത് ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ചെറുത് മീഥൈൽ കാർബോകാറ്റയോൺ ആണ്. മീഥൈൽ കാർബോകാറ്റയോൺ കണ്ടൻസ്ഡ് ആയിട്ട് വേണം ഇങ്ങനെ എഴുതാം, CH3+. ശരിയല്ലേ? ഇല്ലേ? ഇനി ഇതിനെ എങ്ങനെ എഴുതാം? ലെസ് ദാൻ CH3 CH2 ഇല്ലേ? ഇങ്ങനെ എഴുതാമല്ലോ, ശരിയല്ലേ? ഇതിന്റെ മണ്ടയ്ക്ക് പ്ലസ് ഇല്ലേ? ഇതെന്താ? ഇത് CH3 CH3 H, ഇതിന്റെ മണ്ടയ്ക്ക് പ്ലസ്. ഇതിനെ കണ്ടൻസ്ഡ് ആക്കി എഴുതിയിരിക്കുക. എന്തുവാ? കണ്ടൻസ്ഡ് ആക്കി എഴുതിയിരിക്കുവാണേ. ലെസ് ദാൻ എന്താണ്? അടുത്ത എന്താ? അല്ലെങ്കിൽ ഇതിനെ ഇങ്ങനെ എഴുതാം. ഇതിനെ ഇങ്ങനെ എഴുതുന്നതിന് പകരം വേണ്ടത് ഇങ്ങനെ എഴുതാം. നോക്കിക്കോ, എല്ലാവരും നോക്കിക്കോ, വേണേ ഇങ്ങനെ എഴുതാം. എന്തുവാ? ഇത് മീഥൈൽ കാർബോകാറ്റയോൺ, ഇത് പ്രൈമറി കാർബോകാറ്റയോൺ, സെക്കൻഡറി ടെറിഷറി. ഏതാ? പിന്നെ എഴുതാം, പ്ലസ് വരുന്ന എല്ലാം കാർബോകാറ്റയോൺ. ഇവിടെ ശ്രദ്ധിച്ചോ? ഇത് ശ്രദ്ധിച്ചിട്ട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് അത് തോണ്ടാൻ പോകുന്നതുകൊണ്ടാണ് ഇത് മനസ്സിലാകാത്തത്. ഇവിടെ നോക്കിയോ, ഇവിടെ ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കുന്നത് കണ്ടൻസ്ഡ് ആയിട്ട് എങ്ങനെ വരയ്ക്കാന്നറിയോ? ഇതേലൊരു CH ഉള്ളൂ, ഇതേലാണ് പോസിറ്റീവ് അല്ലേ? ഇതിൽ എത്ര കാർബൺ ഉണ്ട്? ഈ കാർബണിൽ എത്ര മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്? 2. അപ്പൊ ഇവിടെ വേണമെങ്കിൽ CH3 twice CH എന്നെഴുതാം. ലെസ് ദാൻ എന്താണ്? ഇവിടെ Cl പ്ലസ്, ഇതിൽ എത്ര CH3 ഉണ്ട്? CH3 thrice C. ഇങ്ങനെ എഴുതാം. ഇതിനെയാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇതിനെയാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇതിനെ ഇങ്ങനെ എഴുതി. ഇതിന്റെ ഇതുവരെ നമ്മൾ ഹൈപ്പർ കോൺജുഗേഷൻ ഇഫക്റ്റ് എന്താന്ന് പറഞ്ഞിട്ടില്ല.
ഇതിനകത്താണ് എഫക്റ്റ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ പറ്റി ആദ്യം പഠിപ്പിച്ചത്. ഇത് എങ്ങനത്തെ ഓർഡറിൽ എഴുതിയേക്കുന്നത്? ഇൻക്രീസിംഗ് ഓർഡർ, ഡിക്രീസിംഗ് ഓർഡർ? ഇതെന്താ, ഇത് ചെറുതിന് വലുതായിട്ട് എഴുതിക്കുന്നത്. അപ്പൊ എന്താ, ഇത് ഇൻക്രീസിംഗ് ഓർഡർ. മനസ്സിലായോ? അതാണ് എഴുതിയ ഇൻക്രീസിംഗ് ഓർഡർ. ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ഓഫ് കർവ് ആയിട്ടാണ് എഴുതിയത്. ഇനി ഇതൊക്കെ ഹൈപ്പർ കോൺജുഗേഷൻ ഇഫക്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് പഠിക്കാം. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട്, എല്ലാ ഡീറ്റെയിൽ ആയിട്ട് വേണ്ട, ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. പറയട്ടെ, ശ്രദ്ധിച്ചോ, എല്ലാരും ശ്രദ്ധിച്ചോ. പറയട്ടെ ധനു, പെട്ടെന്ന് 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 എഴുത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയോ, പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ്. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ്. ഡ്രോ hyper conjugated structure, hyper conjugated structure of CH3 CH2 plus. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ, ഷുവറാ, അതൊക്കെ ചോദിക്കും. ഡയറക്റ്റ് ഇങ്ങനെ തന്നെ ചോദിക്കും. ഓക്കെ ആണോ? ആ, ക്വസ്റ്റ്യനാ ഇതാണ് വരച്ചത്. ഇത് മാത്രമേ വരച്ചോളൂ. ഇവിടെ നോക്കിയോ, അപ്പൊ ആദ്യം ഇതിന്റെ ഹൈപ്പർ കോൺജുഗേറ്റഡ് സ്ട്രക്ചർ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് വിടർത്തി വരയ്ക്കുക. എന്താ, സി എച്ച് എച്ച് എച്ച്, പിന്നെ ഇവിടെ ഒരു സി, ഇവിടെ ഒരു എച്ച്, ഇവിടെ ഒരു എച്ച്, ഇതിലാണ് പ്ലസ്. ഓക്കെ, ഹൈപ്പർ കോൺജുഗേറ്റഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്നാ പറഞ്ഞത്? CH ബോണ്ടിന്റെ സിഗ്മ ബോണ്ടിനെ ഷിഫ്റ്റ് ചെയ്തുണ്ടാക്കുന്ന, ഡീലോക്കലൈസ് ചെയ്തുണ്ടാക്കുന്ന ഒരു എഫക്റ്റ് ആണെന്നാ പറഞ്ഞിട്ടുള്ളത്. മുകളിലെ ഡെഫിനിഷൻ വായിച്ച് നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ CH ബോണ്ട് തമ്മിലുള്ള സിഗ്മ ബോണ്ട്, ഇതെല്ലാം സിഗ്മ ബോണ്ടാ. കണ്ടോ, ഇത് CH തമ്മിൽ സിഗ്മ ബോണ്ടാ, ഇത് സിഗ്മ ബോണ്ടാ, ഇത് സിഗ്മ ബോണ്ടാ. ഇവിടെ ഈ C പ്ലസ് ഇത് നോക്കണ്ട, അതായത് ഈ പോസിറ്റീവ് ആയിട്ടുള്ള കാർബൺ നോക്കണ്ട, അതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന്റെ CH ബോണ്ടിലെ സിഗ്മ ബോണ്ടാണ് നോക്കേണ്ടത്. അതിനെയാണ് ഡീലോക്കലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇവിടെ 3 സ്ട്രക്ചർ ഉണ്ടാവും. കാരണം എന്താ, ഇവിടെ 3, ഇതും സിഗ്മ ബോണ്ടാണ്, ഇതും സിഗ്മ ബോണ്ടാണ്, ഇതും സിഗ്മ ബോണ്ടാണ്. അപ്പൊ 3 സിഗ്മ ബോണ്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡീലോക്കലൈസ് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? അപ്പൊ ഡീലോക്കലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ വരുന്നതെന്ന് അറിയോ? ഇപ്പൊ നിങ്ങൾ നോക്കിക്കോണം, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ആണല്ലോ.
ഇതൊരു സിഗ്മ ബോണ്ടാണ്. ആദ്യം ഇവനെ തന്നെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പം ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. നമുക്ക് 3 സ്ട്രക്ചർ വരയ്ക്കാം. അതുകൊണ്ട് തന്നെ ഇവനെ ഇച്ചിരി നടുക്കായിട്ട് വരയ്ക്കാം. ഇതാണ് പറയുന്നത്. ആദ്യം തന്നെ എടുത്ത് എന്ത് ചെയ്യാൻ പോവല്ലേ, തോണ്ടാൻ പോവല്ലേ, കേട്ടോ. ഇവിടെ നോക്കിയോ. അപ്പം 3 രീതിയിൽ വരയ്ക്കാൻ നോക്കിയോ. ഇവിടെ ഇങ്ങോട്ട് നോക്കിയോ. ഇവൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ നോക്കിയോ, ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഡബിൾ ബോണ്ട് വരത്തില്ലേ. അപ്പൊ ഞാൻ 2 കളർ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ഇത് കാർബണിന്റെ ഇലക്ട്രോൺ, ഇത് ഇത് ഹൈഡ്രജന്റെ ഇലക്ട്രോൺ. ഓക്കെ, ഇത് ഇങ്ങോട്ടേക്ക് വന്നു. അപ്പം ഇതെന്താ, ഇത് കാർബണിന്റെ ഇലക്ട്രോൺ തന്നെ, കാർബണിന്റെ ഇലക്ട്രോണിൽ തന്നെയാണ്. മറ്റേ ഹൈഡ്രജന്റെ ഇലക്ട്രോൺ എങ്ങോട്ട് കിട്ടി, ആർക്ക് കിട്ടി, ആർക്ക് കിട്ടിയടേ, ഹൈഡ്രജന്റെ ഇലക്ട്രോൺ ആർക്ക് കിട്ടി, ഇപ്പുറത്തെ കാർബണിന് കിട്ടി ഇല്ലേ. കണ്ടോ, ഈ വയലറ്റ് ഇലക്ട്രോൺ തന്നെ ഇങ്ങോട്ട് വന്നു. അപ്പൊ ബാക്കി തന്നെ ഇവിടെ ഇതേപോലെ തന്നെ, ഇവിടെ എച്ച് അതേപോലെ തന്നെ, ഇവിടെ എച്ച് അതേപോലെ തന്നെ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് അല്ലായിരുന്നു. എടേ, ഞാൻ പഠിപ്പിക്കുമ്പോ ഇവിടെ ശ്രദ്ധിക്കാനാ പറഞ്ഞത്, വരയ്ക്കരുത്. എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്കും കിടന്ന് ഡൗട്ട് അടിക്കും. ഇവിടെ നോക്കിയേ, അതായത് ഞാൻ വരയ്ക്കുന്ന ഓരോ കാര്യങ്ങളും ഇമ്പോർട്ടന്റ്. ഇത് ക്വസ്റ്റ്യൻ ആണ്, ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ എന്താ സംഭവിച്ചെന്നാ പറഞ്ഞത്, ഈ സിഗ്മ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഡീലോക്കലൈസ് ചെയ്തു. അപ്പൊ നോക്കിയേ, ഈ കാർബൺ ഇവിടെ, ഈ കാർബൺ ഇവിടെ. ഓക്കെ, ഇവിടെ ഒരു സിംഗിൾ ബോണ്ട് ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി നോക്കിയോ, ഇത് ഇങ്ങോട്ടേക്ക് വന്നപ്പം ഈ പച്ച ഇലക്ട്രോൺ ഈ കാർബണിന്റെ കയ്യിൽ തന്നെയാണ് അല്ലേ. ഈ വയലറ്റ് ഇലക്ട്രോൺ ആർക്ക് കിട്ടി, ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നപ്പം ഈ കാർബണ് കിട്ടി, ശരിയല്ലേ. ഇങ്ങോട്ടേക്ക് ബോണ്ടിനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനല്ലേ ബോണ്ട് വരുന്നത്, ഇതിങ്ങനെ വരുമ്പോൾ. അപ്പം ഇവിടെ ഒരു ഹൈഡ്രജൻ എന്തായി, ഇവിടെ ഒരു ഹൈഡ്രജൻ ചുമ്മാ നിൽക്കുക. പക്ഷെ ഹൈഡ്രജന്റെ ഒരു ഇലക്ട്രോൺ പോയതുകൊണ്ട് ഹൈഡ്രജന് പോസിറ്റീവ് ചാർജ്. അത് അതേപോലെ തന്നെ വരയ്ക്കുക. ബാക്കിയുള്ള എല്ലാം അതേപോലെ തന്നെ, എച്ച് എച്ച്, ഇനി ഇവിടെ എച്ച്, ഇവിടെ എച്ച്. ഇവിടെ ഒരു വേറെ പ്രശ്നം കൂടെ ഉണ്ട്. ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ആയിരുന്നു. പോസിറ്റീവ് ചാർജ് എന്തിന്റെ ഇതാ കാണിക്കുന്നത്, ഇലക്ട്രോണിന്റെ കുറവിനെയാണ് കാണിക്കുന്നത്. ഇപ്പം അപ്പുറത്തെ ഒരു ഇലക്ട്രോൺ കണ്ടോ, വയലറ്റ് ഇലക്ട്രോണിനെ ആർക്ക് കിട്ടി, കാർബണിന് കിട്ടി. അപ്പൊ അവന്റെ ആ വിഷമം മാറിയില്ലേ. അപ്പൊ ആ പോസിറ്റീവ് ചാർജും ഇവിടുന്ന് വന്ന നെഗറ്റീവ് ചാർജും കൂടെ ക്യാൻസൽ ആയി പോയിട്ട് അത് ന്യൂട്രൽ ആയിട്ട് മാറും. അപ്പൊ അവിടെ ചാർജ് ഒന്നുമില്ല. ഇതാണ് ആദ്യത്തെ ഹൈപ്പർ കോൺജുഗേറ്റഡ് സ്ട്രക്ചർ. രണ്ടാമത്തെ ഹൈപ്പർ കോൺജുഗേറ്റഡ് സ്ട്രക്ചർ നിങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കിയോളൂ, ഇത് ഇങ്ങനെ വരുന്നത്. ഇനി അടുത്ത ഞാൻ ഏതാണെന്നറിയാമോ, വേണ്ട ഈ സിഗ്മ ബോണ്ടിനെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്. വേണ്ട ഇവനെ നമുക്ക് വല്ലതും ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. വരയ്ക്കണ്ട, ഞാൻ ജസ്റ്റ് കാണിച്ച ഇത് സിഗ്മ ബോണ്ടാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്, അവിടെ ഞാൻ ഇവിടെ ഒരു വയലറ്റ് അല്ലെങ്കിൽ ഇവിടെ ഒരു പച്ച, ഇവിടെ ഒരു വയലറ്റ് റെപ്രസെന്റ് ചെയ്യാം, ശരിയല്ലേ. അപ്പൊ എന്താ സംഭവിക്കുന്നത്, അതേപോലെ തന്നെ വരയ്ക്കുകയാണ്. കാർബണ് ഇവിടെ എന്താ, ഇവിടെ ഒരു കാർബണ്, ഇവിടുന്ന് ഹൈഡ്രജൻ പോയി, ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ പോയപ്പോൾ ഹൈഡ്രജൻ പോസിറ്റീവ്, ബാക്കി 2 ഹൈഡ്രജനും എന്താ അതേപോലെ തന്നെ. പിന്നെ ഒരു സിംഗിൾ ബോണ്ട് ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് പച്ച ഇലക്ട്രോൺസ് ഇവിടെ തന്നെ നിൽക്കുന്നു, വയലറ്റ് ഇലക്ട്രോൺസ് എവിടോട്ട് പോയി, ഇപ്പുറത്തോട്ട് പോയി. അപ്പൊ അവിടെ ഒരു ഡബിൾ ബോണ്ട് അല്ലേ. അപ്പം ഇവിടെ ഹൈഡ്രജൻ കിട്ടി, ഇവിടെ ഹൈഡ്രജൻ കിട്ടി. ഇതിലെ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്തു, പോയി. കാരണം ഇപ്പൊ അവിടുന്ന് ഇലക്ട്രോണിനെ കിട്ടിയില്ലേ. അപ്പം ഓരോന്നും ഓരോ സ്ട്രക്ചറാണ്. ആദ്യം ഈ ഹൈഡ്രജനെ മാറ്റിയിട്ട് ഒരു സ്ട്രക്ചർ വരയ്ക്കുന്നു, രണ്ടാമത് വീണ്ടും എന്താ ഈ ഹൈഡ്രജനെ മാറ്റുന്നു. അപ്പൊ ഇത് തിരിച്ച് പഴയ പോലെ തന്നെ വരണം, ബാക്കിയുള്ള എല്ലാം അനക്കാൻ പാടില്ല, അതേപോലെ തന്നെ. ഇനി മൂന്നാമതൊരു സ്ട്രക്ചർ ഉണ്ട്, എന്താ, നമുക്ക് ഏതിനെ വേണം ഷിഫ്റ്റ് ചെയ്യാം, അതുണ്ട്, ഈ ഹൈഡ്രജനെ ഷിഫ്റ്റ് ചെയ്യാം. അപ്പൊ ബാക്കിയുള്ള എല്ലാം അതേപോലെ തന്നെ നടക്കണം, ഒന്നും മാറത്തില്ല. ഏത് സൈൻ മാറത്തില്ല, കാർബണിന്റെ സൈൻ മാറത്തില്ല, എവിടെ മാറത്തില്ലേ, നോക്കൂ, ഇവിടെ നോക്ക്, ഇത് കാർബണിന്റെ ഇലക്ട്രോൺ, ഇത് ഹൈഡ്രജന്റെ ഇലക്ട്രോൺ, ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുവാണ്. ഓക്കെ, ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് മൂന്നാമത്തെ സ്ട്രക്ചർ അതിന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുകയാണ്. മൂന്നാമത്തെ സ്ട്രക്ചർ ഇങ്ങോട്ടേക്ക് വരയ്ക്കുകയാണ്, വരച്ചു. നോക്കിയോ, കാർബൺ ഇവിടെ വന്നു, ഇവിടത്തെ ഹൈഡ്രജൻ അനക്കണ്ട, ഇവിടത്തെ ഹൈഡ്രജൻ അനക്കണ്ട. ഈ ഹൈഡ്രജന്റെ ഒരു ഇലക്ട്രോൺ പോയി പോസിറ്റീവായി. അപ്പൊ എന്താ, ഒരു ബോണ്ട് ഓൾറെഡി ഇവിടെ കിടപ്പുണ്ട്. അടുത്ത നോക്കി, അടുത്ത ഇപ്പുറത്തുനിന്ന് വന്നു, പച്ച കാർബണിന്റെ തന്നെയാണ്, ഇപ്പോഴും പച്ച കാർബണിന്റെ തന്നെയാണ് ഈ കാർബണിൽ. ഈ താഴെയുള്ള വയലറ്റ് അപ്പുറത്തെ സൈഡിലാണ് പോയത് ഇല്ലേ, കൊണ്ട് ഇവിടെ വന്നു. അപ്പൊ അവിടെ ഒരു ഇലക്ട്രോൺ അല്ല, അവിടെ ഒരു ബോണ്ട്, ശരിയല്ലേ. അവിടെ ഒരു ബോണ്ട്, ആ 2 ഇലക്ട്രോൺസ് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ബോണ്ട് ഉണ്ടായി. ബാക്കി എന്താ, ഇവിടെ ഒരു സി, ഇവിടെ ഒരു എച്ച്, ഇവിടെ ഒരു എച്ച്. ഈ കാർബണിൽ ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ കിട്ടിയില്ലേ, അവന്റെ പോസിറ്റീവ് ചാർജ് അവിടെയും പോയി, പോസിറ്റീവ് നെഗറ്റീവ് വന്നപ്പോൾ ന്യൂട്രൽ ആയി പോയി. മനസ്സിലായി. ഇതാണ് 3 ഹൈപ്പർ കോൺജുഗേറ്റഡ് സ്ട്രക്ചർ. പരീക്ഷയ്ക്ക് ഒരു പ്രാവശ്യം ചോദിച്ചായിരുന്നു, ടെറിഷ്യറി കാർബോകാറ്റയോണിന് എത്ര സ്ട്രക്ചർ വരുമെന്ന്. ടെറിഷ്യറി കാർബോകാറ്റയോൺ എന്ന് പറഞ്ഞാൽ എത്ര സ്ട്രക്ചർ വരും നോക്കി. ഇതാ ടെറിഷ്യറി കാർബോകാറ്റയോൺ. ഇവിടെ 3 അടുത്ത് 3 എണ്ണം, ഇവിടെ 3 എണ്ണം, ഇവിടെ 3 എണ്ണം.
അപ്പൊ 9 ഹൈപ്പർ കോൺജുഗേറ്റഡ് സ്ട്രക്ചർ വരും അവിടെ. മനസ്സിലായോ? പരീക്ഷയ്ക്ക് ചോദിച്ചാണ് ഒരു പ്രാവശ്യം. നമ്മൾ തൽക്കാലം ഇതേ വരയ്ക്കുന്നുള്ളൂ. വരച്ചു. ഓൺലൈനിലുള്ളവർക്ക് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ പറയുക. ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ചോദിക്കുക ദേവിയത്. ഈ കളറൊക്കെ വെച്ചിട്ട് ഇലക്ട്രോൺസ് നിങ്ങൾ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായി? ഞാനും കാണിക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എഴുതാം. ഹൗ മെനി ഹൈപ്പർ പറഞ്ഞോ. കേട്ടില്ല. ഇപ്പോൾ എഴുതാനുണ്ടായിരുന്നു. മനസ്സിലാവുന്നില്ല. ഒന്നുകൂടെ പറയാനാണോ? അല്ല, എഴുതാനുണ്ടായിരുന്നു. എഴുതാനുണ്ട്. ഓക്കെ. എവിടെ എഴുതാനുള്ളേ? ഇവിടെ തന്നെ. ഈ സ്ട്രക്ചർ ആണോ? അതെ. വരച്ചു. സൂം ഔട്ട് ആക്കാൻ വേണമെങ്കിൽ. നമ്മുടെ ഏകദേശം ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ്. പ്യൂരിഫിക്കേഷനും പിന്നെ എസ്റ്റിമേഷനും കൂടെ ഉള്ളൂ നമുക്ക് പഠിക്കാൻ. തീരുവോ? ചാപ്റ്റർ തീരുവോ? ഒരു ക്ലാസ് കൂടെ വേണം. എഴുതി സാർ. ഓക്കെ. അപ്പം ഹൗ മെനി ഹൈപ്പർ കോൺജുഗേറ്റഡ് സ്ട്രക്ചർ ആർ ദെയർ ഫോർ? ഹൗ മെനി ഹൈപ്പർ കോൺജുഗേറ്റഡ് structures are there for tertiary carbocation? 9 കേട്ടോ, 9 എണ്ണം ഉണ്ട്. അപ്പൊ നമ്മുടെ റിയാക്ഷൻ, ഓർഗാനിക് കോമ്പൗണ്ടിന്റെ റിയാക്ഷൻസ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണെന്നറിയാം, നമ്മൾ ഈ പ്യൂരിഫിക്കേഷനിലേക്ക് പോകണം. ഹെഡിങ് എഴുതിക്കോ. പ്യൂരിഫിക്കേഷൻ ഓർ ഓർഗാനിക്. അതിൽ ഒന്നാമത്തേത് സബ്ലിമേഷൻ. രണ്ടാമത്തേത് ക്രിസ്റ്റലൈസേഷൻ. മൂന്നാമത്തേത് ഡിസ്റ്റിലേഷൻ. നാലാമത്തേത് ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ.
മൂന്നാമത്തേത് ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ, മൂന്നാമത്തെ ഡിസ്റ്റിലേഷൻ. ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യണം, പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ, ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യണം. അത് വെച്ചിട്ട് എന്താണ് വെരിഫൈ ചെയ്യുന്ന ഇതിന്റെ എക്സാമ്പിളും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ആദ്യത്തേത് സബ്ലിമേഷൻ ആണ്. സബ്ലിമേഷൻ, സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കർപ്പൂരം സബ്ലൈം ചെയ്യുക ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്? സോളിഡിന്ന് ഡയറക്റ്റ് ഗ്യാസ് ആവുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ഇവിടെ എന്താ പ്രസക്തി? അതായത് ഇപ്പം ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് സബ്ലൈമബിൾ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ ആ ഓർഗാനിക് കോമ്പൗണ്ടിനെ ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് സബ്ലൈമബിൾ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് എന്ത് ചെയ്യും? ആവിയായി പോവുകയും പ്യുവർ ഓർഗാനിക് കോമ്പൗണ്ട് അവിടെ കിടക്കുകയും ചെയ്യും. ശരിയല്ലേ? അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓർഗാനിക് കോമ്പൗണ്ടിനെ പ്യൂരിഫൈ ചെയ്യാം. ഇനി തിരിച്ചു എന്താ, ആ ഓർഗാനിക് കോമ്പൗണ്ട് സബ്ലൈമബിൾ ആണ്, ഇമ്പ്യൂരിറ്റീസ് നോൺ സബ്ലൈമബിൾ ആണെങ്കിലും എന്ത് ചെയ്യും? നമ്മൾ ചൂടായി കഴിഞ്ഞാൽ ആ ഓർഗാനിക് കോമ്പൗണ്ട് ആവിയായി പോകുമ്പോൾ അതിനെ പിന്നെ വേറെ കണ്ടൻസ് ചെയ്തിട്ടൊക്കെ ഇങ്ങ് എടുത്താൽ മതി. ആ ആവിയെ ഒരു കുഴലിനകത്തൂടെ കടത്തി വിട്ടിട്ട് അതിനെ കണ്ടൻസ് ചെയ്താൽ തിരിച്ചെന്തായിട്ട് മാറും? തിരിച്ച് പ്യുവർ ഓർഗാനിക് കോമ്പൗണ്ട് ആയിട്ട് മാറും. മനസ്സിലായോ? ഇതാണ് സബ്ലിമേഷന്റെ ഇവിടുത്തെ പ്രസക്തി. തെറ്റാണോ? ക്ലിയർ ആണോ? അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ഓർത്താൽ മതി, അതായത് കർപ്പൂരത്തിനകത്ത് കുറച്ച് ഇരുമ്പ് പൊടികൾ ഇട്ട് കഴിഞ്ഞാൽ കർപ്പൂരം കത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഇരുമ്പിന് ചെറിയ അല്ല വേണ്ട, ഒരു ഇരുമ്പിന്റെ 2-3 കഷ്ണങ്ങൾ കർപ്പൂരം ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് വെക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? അതിനകത്ത് അലിഞ്ഞു ചേരുമല്ല, അതിനകത്ത് കയറിയിരിക്കും. കത്തിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ കർപ്പൂരം മാത്രം കത്തിപ്പോ ഇരുമ്പ് അവിടെ കിടക്കും. ശരിയല്ലേ? ഇത് തന്നെ അവിടെ നടക്കുന്ന പ്രോസസ്. അങ്ങനെ പ്യൂരിഫൈ ചെയ്തെടുക്കുക. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞോളൂ, അവിടെ പ്യൂരിഫിക്കേഷൻ അല്ല, കർപ്പൂരത്തിന്റെ ഇരുമ്പിന്റെയും കാര്യം. ഓക്കെ, അപ്പം ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഇവിടെ ശ്രദ്ധിച്ചോളൂ. It is the process of conversion of a solid substance directly to vapor by heating. It is used to sublime sublimate compounds from non-sublimable impurities. കണ്ടോ, impurities ഇവിടെ non sublimable impurities. എക്സാമ്പിൾ എഴുതിക്കോ. എക്സാമ്പിൾ ഈ വഴി പ്യൂരിഫൈ ചെയ്യുന്നത്. എക്സാമ്പിൾ നാഫ്തലീൻ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ക്യാംഫർ ബെൻസോയിക് ആസിഡ് എക്സെട്ര. ഇവിടെ പാറ്റാഗുളിക ഒരു ഹൈഡ്രോ കാർബൺ ആണ്, മനസ്സിലായോ? അതിനെ പ്യൂരിഫൈ ചെയ്യാൻ, അത് സബ്ലൈമബിൾ അല്ലേ, അപ്പൊ അതെന്ത് ചെയ്യും? അതിനകത്തുള്ള ഈ നോൺ സബ്ലൈമബിൾ ഇമ്പ്യൂരിറ്റീസ് എന്ത് ചെയ്യും? അവിടെ കിടന്നിട്ട് അത് മാത്രം ആവിയായി പോകും. എന്നിട്ട് അതിനെ നമുക്ക് വേറെ ടെക്നിക്ക് വെച്ചിട്ട് എന്ത് ചെയ്യാം? പ്യൂറാ, അതായത് ഓൾറെഡി പിന്നെ പ്യൂറാ, അതിനെ കണ്ടൻസ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, ക്യാംഫർ. അടുത്തത് ക്രിസ്റ്റലൈസേഷൻ. This is one of the most commonly
commonly used technique for the purification for the purification of solid organic compound based അല്ല organic compound എന്നിട്ട് full stop ഇട്ടിട്ട് compound it is based on difference ഇതിന്റെ പ്രിൻസിപ്പിൾ ആണ് ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും difference in the solubilities of the compound solubilities of the compound and the impurities in a suitable solvent എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ ഓർഗാനിക് കോമ്പൗണ്ട് അകത്തുള്ള ഇമ്പ്യൂരിറ്റീസ് ചിലപ്പോൾ സോലുബിൾ ആയിരിക്കും ചിലപ്പോൾ ഇൻസോലുബിൾ ആയിരിക്കും ചിലപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട് ആയിരിക്കും സോലുബിൾ ഇൻസോലുബിൾ ആവുന്നത് അപ്പൊ ആ സോലുബിലിറ്റി ഡിഫറൻസ് കൊണ്ട് എന്ത് ചെയ്യും നമ്മൾ ഇതിനെ എന്ത് ചെയ്യും ക്രിസ്റ്റലൈസ് ചെയ്തെടുക്കുക ചെയ്യുന്നത് മനസ്സിലായോ പഞ്ചസാരയൊക്കെ ഉണ്ടാക്കുന്നത് ഈ ക്രിസ്റ്റലൈസേഷൻ വഴിയാണ് എക്സാമ്പിൾ നോക്കാം നമുക്ക് example aspirin sugar benzoic acid ആസ്പിരിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഹേർട്ട് പേഷ്യന്റിന് ബ്ലഡ് ബ്ലോക്ക് ആവാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു മരുന്നാണ് നമുക്ക് അടുത്ത വർഷം ആസ്പിരിന്റെ പ്രിപ്പറേഷൻ ഒക്കെ പഠിക്കാനുണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കും അത് ഇങ്ങനെയല്ല ഇരിക്കുന്നത് ഇതുപോലൊക്കെ ഇങ്ങനെ ഇത് അത് റിലേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ് അതിന്റെ പ്രിപ്പറേഷൻ ഒക്കെ പഠിക്കണം ഓക്കെ അപ്പം ഇനി അടുത്തത് എഴുതിക്കോളൂ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്തോ തിളപ്പിക്കുക മനസ്സിലായോ അതായത് ആവിയാക്കിയിട്ട് കണ്ടൻസ് ചെയ്യും അതായത് അപ്പൊ എന്താ ബോയിലിംഗ് പോയിന്റ് കുറവുള്ള ആൾക്കാര് പെട്ടെന്ന് ആവിയാവും ബോയിലിംഗ് പോയിന്റ് കൂടുതലുള്ള ആൾക്കാർ പെതുക്കെ ആവിയാകത്തുള്ളൂ മനസ്സിലായോ ആ വ്യത്യാസം വെച്ചിട്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കും ചിലപ്പോൾ ഇമ്പ്യൂരിറ്റീസിന് ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും കോമ്പൗണ്ടിന് ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കും അത് പെട്ടെന്ന് ആവിയായിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് കണ്ടൻസ് ചെയ്തിട്ട് എടുക്കും പിന്നീട് അപ്പൊ ഇമ്പ്യൂരിറ്റീസ് അതിനകത്ത് തന്നെ കിടക്കും മനസ്സിലായോ ഓക്കെ അപ്പൊ എഴുതിക്കോ മൂന്നാമത്തേത് ഡിസ്റ്റിലേഷൻ this method is used to separate ഒന്നൊന്നിട്ടിട്ട് volatile liquids from non volatile impurities
വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന് ആവിയാവുന്നത്. നോൺ വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ ആവിയാവാത്തത്. രണ്ട് ദ ലിക്വിഡ് ഹാവിംഗ് sufficient difference in boiling point BP എന്നാണ് എഴുതുന്നത്, ബോയിലിംഗ് പോയിന്റ് എഴുതുക. എക്സാമ്പിൾ ക്ലോറോഫോം, അതിന്റെ ബോയിലിംഗ് പോയിന്റ് 334 കെൽവിൻ ആണ്. അടുത്തത് അനിലീൻ, അതിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 457 കെൽവിൻ ആണ്. അടുത്തത് ഈ ബോയിലിംഗ് ഈ ഡിസ്റ്റിലേഷനകത്ത് തന്നെ വരുന്നതാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. അതിനകത്ത് തന്നെ വരുന്നതാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. നാലാമത്തെ ഞാൻ എന്ത് പറഞ്ഞത്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണോ പറഞ്ഞത്? ഓക്കെ, അതായത് ഫ്രാക്ഷണൽ ഇതിനകത്ത് തന്നെ സബായിട്ട് വരുന്നതാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. പഠിക്കാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല, പക്ഷേ ഞാൻ വേറൊരു കാര്യം ഇവിടെ പറഞ്ഞു. ഇവിടെ നോക്കിയോ, ഡിസ്റ്റിലേഷനും ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയോ? ഡിസ്റ്റിലേഷൻ എന്ന് പറയുമ്പോൾ അത്യാവശ്യം അതിന്റെ ഇമ്പ്യൂരിറ്റീസും കോമ്പൗണ്ടും തമ്മിൽ ഒരു ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് കാണും. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അറിയാമോ? രണ്ടിന്റെയും വളരെ അടുത്തായിരിക്കും. വളരെ അടുത്തെന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിന്റെ 144 ആണെങ്കിൽ ഇമ്പ്യൂരിറ്റീസിന്റെ 143 ആയിരിക്കും, 145 ആയിരിക്കും. അപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒരു ഡിഗ്രി ഒക്കെ പെട്ടെന്ന് കയറും. ഇത് ആദ്യമായി പോകുന്ന ആരാന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ അവിടെ നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞൊരു സാധനമാണ് ഉപയോഗിക്കുന്നത്, ഒരു ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ചെയ്യുന്ന സമയത്ത് ആവിയായി പോകുന്നവൻ പെട്ടെന്ന് കണ്ടൻസ് ചെയ്യും. അങ്ങനെ ഒരു ഡിസ്റ്റിലേഷൻ നമുക്കൊരു ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ അറേഞ്ച്മെന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിനകത്ത് പെട്ടെന്ന് എന്തായിട്ടുണ്ട് അവിടെ ശ്രദ്ധിക്കണേ, മെൽവിനൊക്കെ അവിടെ ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പം അത് എഴുതിക്കോ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്താണെന്ന് എഴുതിക്കോ. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അത് ഈ ഡിസ്റ്റിലേഷൻ അകത്ത് വരുന്നതാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. അത് കഴിഞ്ഞിട്ടാണ് എന്താണ് ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ. ഇതുകൂടെ അങ്ങ് എഴുത്, പഠിപ്പിച്ച സ്ഥിതിക്ക്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് 2 or more liquid that are miscible അതിന്റെ ഈ ഡിസ്റ്റിലേഷനകത്ത് വരുന്ന എ എന്ന് ഇട്ടേക്കണേ, എ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. അതായത് ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. എയുടെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എഴുതണ്ട, എയുടെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഒരു 175, ബിയുടേത് 173, സിയുടേത് ഒരു 172, അതടുത്തത് ഡി എന്ന് പറഞ്ഞതിന് ചിലപ്പോൾ ഒരു 170 ആയിരിക്കും. ഇതിനെ ചൂടാക്കാൻ പോകുമ്പോൾ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല 172 വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ 175 180 ഒക്കെ ആവും, പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇത് ആവിയാവും. അപ്പൊ നമുക്ക് ഡിസ്റ്റിലേഷൻ, നോർമൽ ഡിസ്റ്റിലേഷൻ വഴി മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എക്സ്ട്രാക്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അവിടെ ഒരു ചെറിയ സ്പേസ് ഒക്കെ ഉണ്ട്. ഡിസ്റ്റിലേഷൻ കോളം, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ കോളം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതിനിടയ്ക്ക് എന്താ, അതിന്റെ സ്ട്രക്ചർ വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യും, ബാക്കിയുള്ളതിനെല്ലാം അടിച്ച് താഴെ ഇട്ടിട്ട് ആദ്യം ആവിയാവുന്നതിനെ മാത്രം കയറ്റി വിടും. മനസ്സിലായോ? അങ്ങനെ ഒരു സെറ്റപ്പ് ആണ് അത്. അപ്പൊ വളരെ ചെറിയ ഡിഫറൻസ് ഉള്ളതിനെ വരെ എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി ഇതിനകത്ത് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ എന്ന് പറയുന്ന ബിയും കൂടെ ഉണ്ട്, അതുകൂടെ എഴുതിക്കും. ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ, അത്രേ ഉള്ളൂ. ബി എന്ന് എഴുതിയിട്ട് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. അതെന്തോ ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പ്രഷർ കുറച്ച് ഡിസ്റ്റിലേഷൻ ചെയ്യണം, അതല്ല. എന്നാ അറിയോ, എപ്പോഴും ആലോചിച്ചോണം, ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ ആയിരിക്കും. അതിനർത്ഥം എന്തുവാ, പ്രഷർ കൂടിയാൽ ബോയിലിംഗ് പോയിന്റും കൂടും, പ്രഷർ കുറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് കുറയും എന്നാണ്. ആണല്ലോ? ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ, നമ്മള്
ഇപ്പം ഞാൻ ഡെഫിനിഷൻ കൂടെ എഴുതിയിട്ട് പറയാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ച് നന്നായിട്ട് മനസ്സിലാവും. ഇതൊന്ന് എഴുതുക, എന്നിട്ട് ഇങ്ങനെ എഴുതുക. ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്യൂരിഫൈ liquids having very high boiling point and those which decompose at or below their boiling point. Such liquids are made to boil at a temperature lower than their normal boiling point by reducing pressure. ഒരു കാര്യം പറയാം, നമ്മൾ ഹൈ ബോയിലിംഗ് പോയിന്റ് ഉള്ള ഒരു കോമ്പൗണ്ടിനെ നമുക്ക് പ്യൂരിഫൈ ചെയ്യണം. അപ്പൊ ഞാൻ 500 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുക്കുവാണെങ്കിൽ അങ്ങനെ കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടോ? നമ്മൾ ഇത് നടത്തേണ്ട ചേമ്പർ ഒക്കെ എന്ത് ചെയ്യും? 500 ഡിഗ്രി സെൽഷ്യസ് കൊടുത്താൽ എന്ത് ചെയ്യും? ആ കത്തി ഉരുകിയൊക്കെയാണ് പോകും അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നറിയാം, ആ കോമ്പൗണ്ടിന്റെ പ്രഷർ നന്നായിട്ട് അങ്ങ് കുറയ്ക്കും. പ്രഷർ കുറഞ്ഞാൽ എന്ത് കുറയുന്നാ പറഞ്ഞേ? ബോയിലിംഗ് പോയിന്റ് കുറയുന്നതാണ്. അപ്പൊ 500 ഡിഗ്രി സെൽഷ്യസിൽ ബോയിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനം പ്രഷർ കുറയ്ക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൽ 80 ഡിഗ്രി സെൽഷ്യസിൽ ബോയിൽ ചെയ്യാൻ തക്കം എന്ത് ചെയ്യാം, നമുക്ക് പ്രഷർ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ബോയിലിംഗ് പോയിന്റ് കുറയും. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ആവിയാക്കാം. പിന്നീട് എന്ത് ചെയ്താൽ മതി, പിന്നീട് 80 ഡിഗ്രി സെൽഷ്യസ് കൊടുക്കുമ്പോഴേ അത് ആവിയായി ഇപ്പം എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. മനസ്സിലായോ? തെറ്റാണോ? അതാണ് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. ഓൺലൈനിലുള്ളവർക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്ന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പൊ ഒരു കാര്യം ഞാൻ ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. പെട്രയായില്ലേ കേട്ടോ? ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ അടുത്ത ഇതിൽ പഠിക്കാമേ.